ഹായ് ഗൈസ്, നമ്മൾ നൈറ്റ് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ കാണുന്നതാണ് കുട്ടികളുടെ ടോയ് സെക്ഷനും കാര്യങ്ങളാണ്. പല പല വെറൈറ്റീസുള്ള പല രീതിയിലുള്ള ടോയ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഫസ്റ്റ് തന്നെ വന്ന് എൻ്റെ ഒരാളാണ് ഈ കണ്ടത്. ആളുടെ വിചാരം ഞാൻ വലിയ യൂട്യൂബറാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ സ്റ്റോൾ നടത്തുന്ന ആൾക്കാരാട്ടോ. എല്ലാവരും ഭയങ്കര സഹകരണമാണ്. ഈ കാണുന്നത് നെയിൽ സെക്ഷനാണ്. അതായത് നെയിൽസിൻ്റെ പോളിഷ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന അങ്ങനത്തെ സെക്ഷൻ. പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് ഡ്രസ്സുകളുടെ സെക്ഷനാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നുമല്ല, ഫുഡ് ഐറ്റംസാണ്. പല പല രാജ്യങ്ങളിലെ ഫുഡ് ഐറ്റംസാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ വന്നപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അയാൾക്ക് അയാളുടെ ഫേസ് എടുത്തത് ഇഷ്ടമായില്ല, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൂഡ് മൊത്തത്തോടെ പോയി. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് എടുത്തതാണ് വീഡിയോസ്. അപ്പം ചിലപ്പോൾ റിപ്പീറ്റേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ഇവരെല്ലാവരും ഭയങ്കര സഹകരണം കേട്ടോ. എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ എന്തോ വലിയ യൂട്യൂബർ എന്നൊക്കെയാണ്. കുറേ ആൾക്കാർ വന്ന് എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് പോയി. തപ്പിയാലും കിട്ടാനൊന്നും പോകുന്നില്ല. ആകെ എല്ലാം കൂടി ഒരു 33 വീഡിയോസൊക്കെ ആകെ കിട്ടിയിട്ടുള്ളൂ. ജസ്റ്റ് തുടക്കക്കാരനല്ലേ. ഇതെല്ലാം ഫുഡ് ഐറ്റംസ് കേട്ടോ. ഇതിപ്പം തായ്ലാൻഡ് ഫുഡ് ഐറ്റംസാണ്. എല്ലാവരും നല്ല സഹകരണം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഭയങ്കര റഷാട്ടോ, ഭയങ്കര തിരക്കാണ്. ഈ 5:30 മുതൽ 12 മണി വരെ ഇത് ഭയങ്കര തിരക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്ലാസയുടെ പാർക്കിംഗ് സെക്ഷൻ ആട്ടോ. ഒരു പാർക്കിംഗ് സെക്ഷൻ്റെ ഒരു ഭാഗം മൊത്തം ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ ഇവർ ഫുൾ ക്ലീൻ ചെയ്ത് 2 മണി വരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫുൾ ക്ലീൻ ചെയ്ത് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം നടന്നെന്ന് പോലും തോന്നില്ല. അത്രയ്ക്കും ക്ലീൻ ആക്കിയിട്ടാണ് ഇവർ പോകുന്നത്. ഭയങ്കര ഭംഗിയാട്ടോ. പക്ഷെ ഞാൻ ഇവിടുത്തെ ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ആദ്യം വന്ന സമയത്ത് ഇവിടെ നമ്മളുടെ കേരളത്തിൻ്റെ ഫുഡുണ്ടായിരുന്നു, മലബാർ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബിരിയാണിയും വാങ്ങിച്ചു, ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ തീരെ കുറവാണ് ഇവിടെ. കൂടുതലും ഈ ഐലാൻഡേഴ്സും ഇവിടുത്തെ സിറ്റിസൺഷിപ്പുള്ള ആൾക്കാരാണ് കൂടുതലും. ഇവരെ ഈ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഇവർ നല്ലോണം പണിയെടുത്തിട്ട് ഫ്രൈഡേ വന്ന് അടിച്ച് പൊളിച്ച് തീർക്കും. അതാണ് ഭയങ്കര തിരക്കാട്ടോ. ഈ ക്യൂവിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ടൊക്കെയാണ് ഞാൻ എടുത്തത്. സാധനം അങ്ങനെ ക്യൂവിൻ്റെ ഇടയിൽ നിന്ന് അവർ എടുക്കാൻ പറ്റില്ല. ഇതിനേക്കാൾ കൂടുതൽ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഭയങ്കര ലെന്തായി പോകുന്നത്. ഞാൻ അത് ഫുള്ള് എടുത്തപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കട്ട് ചെയ്ത് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇവിടെ എല്ലാവരും ഭയങ്കര സഹകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സഹകരണം. പിന്നെ ഫുഡ് ഐറ്റംസ് കാണുമ്പോഴൊക്കെ നല്ല കൊതിയൊക്കെ വരും. പക്ഷേ ഇന്നേ വരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആകെ ഞാൻ പറഞ്ഞല്ലോ, ആകെ വാങ്ങിച്ചത് ഈ ചിക്കൻ ബിരിയാണി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിക്കുന്നുണ്ട്, വീഡിയോയ്ക്ക് സഹകരിക്കുന്നുണ്ട്. ആകെ ആ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു ഹോംലെസ് ആയിട്ടൊരാളാണ്. കണ്ടിട്ട് തോന്നുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം അവരുടെ ഇതൊന്നും കാണിക്കുന്നത് ഇഷ്ടമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഭയങ്കര മൂഡൗട്ടൊക്കെ ആയി. പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത് എനർജറ്റിക് വന്ന് എടുത്തതാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷി, ആ ഐറ്റങ്ങളുടെ പല പല വെറൈറ്റി ഐറ്റങ്ങൾ കേട്ടോ. കുറേ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കുറേ കാര്യങ്ങൾ ഇഷ്ടംപോലെ ലിസ്റ്റുകൾ ഇങ്ങനെ കൊച്ചു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ ഇത് വായിച്ച് പറയുന്നത് തന്നെ ഒരുപാട് നേരം പിടിക്കും. നമുക്ക് നിന്ന് വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് അല്ല, ഇതിനായിട്ട് നല്ല തിരക്കാണ്. നടക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. ഇപ്പം തന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. കൂടാതെ ഓരോ സ്റ്റോളിലും പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷേ നമുക്ക് അവിടുത്തെ നോയ്സും കാര്യങ്ങളൊക്കെ, പക്ഷേ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ എല്ലാ സ്റ്റോളിൻ്റെ വീഡിയോസ് എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും പിന്നെ ഷെയറും ചെയ്യണേ. ബൈ.